ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള ബൈബിൾ വായന 151 ദിവസം. സോളമന് ദാവീദിൻ്റെ വാഗ്ദാനം. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം, സഭാപ്രസംഗൻ്റെ പുസ്തകം 6-7 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 7 എന്നിവ വായിക്കുന്നു. ജെറുസലേം ദേവാലയവും രാജകൊട്ടാരവും പണിതീർത്ത സോളമന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുമാണ് ഇന്ന് നാം വായിക്കുന്നത്. വിരുന്ന് നടക്കുന്ന വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപം നടക്കുന്ന വീട്ടിൽ പോകുന്നതാണ് തുടങ്ങിയ സഭാപ്രസംഗൻ്റെ മനോഹരമായ വാക്യങ്ങളും നാം ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ പാതകളിൽ നിന്ന് വ്യതിചലിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് മടങ്ങി വരാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം. സോളമന് വാഗ്ദാനം. കർത്താവിൻ്റെ ആലയവും രാജാവിൻ്റെ കൊട്ടാരവും താൻ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതൊക്കെയും സോളമൻ പണിത് പൂർത്തിയാക്കിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. കർത്താവ് ഗിബിയോനിൽ വെച്ച് സോളമന് പ്രത്യക്ഷപ്പെട്ടതുപോലെ 2-ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. കർത്താവ് അവനോട് അരുൾ ചെയ്തു, എൻ്റെ മുമ്പാകെ നീ സമർപ്പിച്ച നിൻ്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടിരിക്കുന്നു. എൻ്റെ നാമം എന്നേക്കും അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നീ എനിക്കായി പണിതിരിക്കുന്ന ഈ ആലയത്തെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകളും ഹൃദയവും എക്കാലവും അവിടെ ഉണ്ടായിരിക്കും. നിൻ്റെ പിതാവായ ദാവീദ് ഹൃദയനൈർമല്യത്തിലും പരമാർത്ഥതയിലും ചരിച്ചതുപോലെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് വർത്തിക്കാൻ നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയും എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിനക്കായി ഒരുവനില്ലാതെ വരികയില്ല എന്ന് നിൻ്റെ പിതാവായ ദാവീദിനെക്കുറിച്ച് ഞാൻ അരുൾ ചെയ്തതുപോലെ ഇസ്രായേലിൽ നിൻ്റെ രാജ്യത്തിൻ്റെ സിംഹാസനം എന്നേക്കുമായി ഞാൻ സ്ഥാപിക്കും. എന്നാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും എന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ, അതായത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വച്ചിരിക്കുന്ന എൻ്റെ ചട്ടങ്ങൾ പാലിക്കാതിരിക്കുകയും അന്യദേവന്മാരുടെ പുറകെ നടന്ന് അവയെ ശുശ്രൂഷിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ അവർക്ക് നൽകിയ മണ്ണിൽ നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എൻ്റെ നാമത്തിനായി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. എല്ലാ ജനതകളുടെയും മധ്യേ ഇസ്രായേൽ പഴമൊഴിയും പരിഹാസവുമായിരിക്കും. ഈ ആലയം നാശകൂമ്പാരമായിത്തീരും. അതിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്നവരെല്ലാം സ്തബ്ധരായി ശബ്ദമുണ്ടാക്കും. അവർ ചോദിക്കും, ഈ ദേശത്തോടും ഈ ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? അവർ മറുപടി പറയും, ഈജിപ്ത് ദേശത്തു നിന്ന് തങ്ങളുടെ പിതാക്കന്മാരെ പുറത്തു കൊണ്ടുവന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവായ ദൈവത്തെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരെ മുറുകെ പിടിക്കുകയും അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. തന്മൂലം കർത്താവ് അവരുടെ മേൽ ഈ തിന്മയെല്ലാം വരുത്തിയിരിക്കുന്നു. സോളമൻ്റെ പ്രവർത്തനങ്ങൾ. സോളമൻ 2 ഭവനങ്ങൾ, കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും നിർമ്മിച്ച 20 വർഷത്തിൻ്റെ അവസാനം അവൻ ഹീരാമിന് ഗലീലി പ്രദേശത്ത് 20 നഗരങ്ങൾ നൽകി. ടയറിലെ രാജാവായ ഹീരാം സോളമന് സരളമരങ്ങളും ദേവദാരുവും സ്വർണവും അവൻ്റെ സർവാഭീഷ്ടവുമനുസരിച്ച് കൊടുത്തിരുന്നു. സോളമൻ തനിക്ക് നൽകിയ നഗരങ്ങൾ കാണാൻ ഹീരാം ടയറിൽ നിന്ന് പുറപ്പെട്ടു. അവൻ്റെ ദൃഷ്ടികളിൽ അവ ഉത്തമമായിരുന്നില്ല. അവൻ ചോദിച്ചു, എൻ്റെ സഹോദര, എന്തുതരം നഗരങ്ങളാണ് നീ എനിക്ക് നൽകിയത്? അവൻ അവയെ ഏരസ് കാബൂൽ എന്ന് വിളിച്ചു. ഈ ദിവസം വരെ അത് അങ്ങനെയാണ്.
എങ്കിലും ഹീരാം 120 താലന്ത് സ്വർണം രാജാവിന് അയച്ചു കൊടുത്തു. സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയവും സ്വന്തം ഭവനവും മില്ലോയും ജെറൂസലേമിൻ്റെ മതിലും ഹസോറും മെഗിദോയും ഗേസറും പണിയുന്നതിന് സംഘടിപ്പിച്ച അടിമപ്പണിക്കാരുടെ വിവരണമാണിത്. ഈജിപ്ത് രാജാവായ ഫറവോ കയറി ചെന്ന് ഗേസർ പിടിച്ചെടുക്കുകയും അത് അഗ്നിയിൽ ദഹിപ്പിക്കുകയും ആ പട്ടണത്തിൽ താമസിച്ചിരുന്ന കാനൻകാരെ വധിക്കുകയും ചെയ്തു. സോളമൻ്റെ ഭാര്യയായ തൻ്റെ പുത്രിക്ക് അവകാശമായി അത് നൽകി. സോളമൻ ഗേസർ പണി കഴിപ്പിച്ചു. താഴെ ബേത് ഹൊറോനും ബാലാത്തും ദേശത്തെ മരുഭൂമിയിലെ താത്മോറും സോളമൻ്റേതായിരുന്ന എല്ലാ സംഭരണ നഗരങ്ങളും രഥത്തിൻ്റെ നഗരങ്ങളും കുതിരക്കാരുടെ നഗരങ്ങളും ജെറൂസലേമിലും ലെബനോനിലും തൻ്റെ ഭരണപ്രദേശത്ത് മുഴുവനും സോളമൻ പണിയാൻ ആഗ്രഹിച്ചതൊക്കെയും അവൻ പണി കഴിപ്പിച്ചു. ഇസ്രായേലിൽ നിന്നല്ലാതെ അമോരികൾ, ഹിത്തുകാർ, പെരീസുകാർ, ഹിവ്യക്കാർ, ജബൂസുകൾ എന്നിവരിൽ നിന്ന് അവശേഷിച്ചിരുന്ന ജനത്തെയെല്ലാം ഇസ്രായേല്യർക്ക് പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് ദേശത്ത് അവർക്ക് പിന്നാലെ അവശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ഈ നാൾ വരെ സോളമൻ അടിമകളാക്കിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ അടിമയാക്കിയില്ല. കാരണം അവർ യോദ്ധാക്കളും അവൻ്റെ സേവകരും നേതാക്കന്മാരും ഉപസേനാ നേതാക്കന്മാരും അവൻ്റെ രഥം തെളിക്കുന്നവരും അവൻ്റെ കുതിരപ്പടയാളികളും ആയിരുന്നു. ഇവരായിരുന്നു ജോലിക്കാരുടെ അധിപന്മാരായി സോളമൻ്റെ പണിക്കുമേലുണ്ടായിരുന്ന 550 പേർ. പണി ചെയ്തിരുന്ന ആളുകളെ ഭരിക്കുന്നവരായിരുന്നു അവർ. ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് ഫറവോയുടെ മകൾ സോളമൻ അവൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരുന്ന തൻ്റെ ഭവനത്തിലേക്ക് പോയി. അനന്തരം അവൻ മില്ലോ പണിതു. കർത്താവിന് വേണ്ടി താൻ നിർമ്മിച്ച ബലിപീഠത്തിൽ ആണ്ടുതോറും 3 പ്രാവശ്യം സോളമൻ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ അവൻ സുഗന്ധധൂമവും അർപ്പിച്ചിരുന്നു. അങ്ങനെ അവൻ ആലയം പൂർത്തിയാക്കി. ഏദോം നാട്ടിൽ ചെങ്കടൽ തീരത്ത് എലോത്തിലുള്ള എസിയോൻ ഗേബറിൽ സോളമൻ രാജാവ് കപ്പൽ വ്യൂഹം നിർമ്മിച്ചു. കടൽ പരിജ്ഞാനമുണ്ടായിരുന്ന തൻ്റെ ദാസന്മാരെ സോളമൻ്റെ ദാസന്മാരോടുകൂടെ ഹീരാം കപ്പൽ വ്യൂഹത്തിൽ അയച്ചു. അവർ ഓഫീറിലേക്ക് ചെന്ന് അവിടെ നിന്ന് 420 താലന്ത് സ്വർണമെടുത്ത് സോളമൻ രാജാവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു. സഭാപ്രസംഗൻ്റെ പുസ്തകം 6-ാം അധ്യായം. നഷ്ടബോധം. സൂര്യന് കീഴെ ഒരു തിന്മയുള്ളത് ഞാൻ കണ്ടിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് അത് വലുതാണ്. ദൈവം സമ്പത്തും വസ്തുവകകളും കീർത്തിയും ഒരാൾക്ക് നൽകുന്നു. അവൻ്റെ ആത്മാവിന് താൻ ആഗ്രഹിക്കുന്ന ഒന്നിൻ്റെയും കുറവില്ല. എന്നാൽ അതിൽ നിന്ന് അനുഭവിക്കുന്നതിന് ദൈവം അവനെ അനുവദിക്കുന്നില്ല. മറിച്ച് ഒരന്യൻ അത് അനുഭവിക്കുന്നു. ഇത് മിഥ്യയും ദുരവസ്ഥയും അത്രേ. ഒരു മനുഷ്യൻ 100 പേരെ ജനിപ്പിച്ചാലും അനേക വർഷങ്ങൾ ജീവിച്ചാലും വളരെ ആയുർദിനങ്ങൾ അവനുണ്ടായാലും അവൻ്റെ ജീവൻ സദ്വിഭവങ്ങളാൽ സംതൃപ്തമല്ലെങ്കിൽ മൃതസംസ്കാരം പോലും അവനുണ്ടാകുന്നില്ലെങ്കിൽ ചാപിള്ള തന്നെ അവനേക്കാൾ മെച്ചം എന്ന് ഞാൻ പറഞ്ഞു. എന്തെന്നാൽ അത് മിഥ്യയിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്നു. അതിൻ്റെ നാമം അന്ധകാരത്താൽ മൂടപ്പെടുന്നു. അത് സൂര്യനെ കണ്ടിട്ടേയില്ല, അറിഞ്ഞിട്ടുമില്ല. എന്നിട്ടും അതിന് അവനേക്കാൾ വിശ്രമമുണ്ട്. അവൻ 2 തവണ 1000 സംവത്സരം ജീവിച്ചിട്ടും നന്മയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അവരെല്ലാം പോകുന്നത് ഒരിടത്തേക്ക് തന്നെയല്ലേ. മനുഷ്യൻ്റെ അധ്വാനമെല്ലാം ഭക്ഷണത്തിനു വേണ്ടിയാണ്. എന്നിട്ടും വിശപ്പ് മാത്രം ശമിക്കുന്നില്ല. എങ്കിൽ ജ്ഞാനിക്ക് ഭോഷനേക്കാൾ എന്തു നേട്ടമാണുള്ളത്? പരിജ്ഞാനമുള്ള പാവപ്പെട്ടവന് ജീവിക്കുന്നവരുടെ സമക്ഷം വ്യാപരിക്കുന്നതിൽ എന്തു നേട്ടമാണുള്ളത്? കണ്ണുകളുടെ കാഴ്ചയാണ് ആഗ്രഹത്തിൻ്റെ അലച്ചിലിനേക്കാൾ മെച്ചം. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്തിനും അതതിൻ്റെ പേര് നൽകപ്പെട്ടു കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്ന് അറിയപ്പെട്ടു കഴിഞ്ഞു. തന്നേക്കാൾ ശക്തനോട് തർക്കിക്കാൻ അവന് കഴിവില്ലെന്നും. വാക്കുകളുടെ പെരുപ്പം മിഥ്യയെ പെരുപ്പിച്ചാലും മനുഷ്യന് എന്താണ് നേട്ടം? എന്തെന്നാൽ നിഴൽ സമാനം അവിടുന്ന് ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യമിഥ്യയുടെ ചുരുങ്ങിയ ആയുഷ്കാലത്ത് അവന് ജീവിതത്തിൽ നന്മയായുള്ളത് എന്താണെന്ന് ആരറിയുന്നു? അതായത് സൂര്യന് കീഴെ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആര് വിവരിക്കും? സഭാപ്രസംഗൻ്റെ പുസ്തകം 7-ാം അധ്യായം. യാഥാർത്ഥ്യബോധം. സത്പേര് മേൽത്തരം
തൈലത്തേക്കാൾ നല്ലത്, മരണദിനം ദിനത്തേക്കാളും. വിലാപ വീട്ടിൽ പോകുന്നത് സൽക്കാര വീട്ടിൽ പോകുന്നതിനേക്കാൾ നല്ലത്. എന്തെന്നാൽ അതാണ് സകല മനുഷ്യരുടെയും അന്ത്യം. ജീവിച്ചിരിക്കുന്നയാൾ അത് ഹൃദയത്തിൽ കരുതട്ടെ. സങ്കടമാണ് ചിരിയേക്കാൾ നല്ലത്. കാരണം മ്ലാനവദനത്താൽ ഹൃദയം നന്മ കൈവരിക്കും. ജ്ഞാനികളുടെ ഹൃദയം കണ്ണീരിൻ്റെ ഭവനത്തിലാണ്, ഭോഷരുടെ ഹൃദയം സന്തോഷത്തിൻ്റെ ഭവനത്തിലും. ജ്ഞാനിയുടെ ശാസനം കേൾക്കുന്നതാണ് ഒരുവൻ ഭോഷരുടെ ഗാനം കേൾക്കുന്നതിനേക്കാൾ നല്ലത്. എന്തെന്നാൽ കലത്തിനടിയിൽ മുള്ളുകളുടെ സ്വരം എങ്ങനെയോ അങ്ങനെയാണ് ഭോഷൻ്റെ ചിരി. ഇതും മിഥ്യയാണ്. തീർച്ചയായും മർദ്ദനം ജ്ഞാനിയെ ബുദ്ധിശൂന്യനാക്കും, കോഴ ഹൃദയത്തെ വഷളാക്കും. എന്തിൻ്റെയും ഒടുക്കമാണ് അതിൻ്റെ തുടക്കത്തേക്കാൾ മെച്ചം. ശാന്തചൈതന്യമാണ് ഉദ്ധത ചൈതന്യത്തേക്കാൾ മെച്ചം. കോപിക്കുന്നതിന് നിന്റെ അരൂപിയിൽ തിടുക്കമരുത്. കാരണം കോപം ഭോഷരുടെ മടിയിലാണ് വിശ്രമിക്കുന്നത്. മുൻകാല ദിനങ്ങൾ ഇവയേക്കാൾ മെച്ചമായിരുന്നത് എന്തുകൊണ്ട് എന്ന് നീ ചോദിക്കരുത്. എന്തെന്നാൽ ഇതേപ്പറ്റി നീ ചോദിക്കുന്നത് ജ്ഞാനത്തിൽ നിന്നല്ല. ജ്ഞാനം പൈതൃകാവകാശത്തോടൊപ്പം നല്ലതാണ്. സൂര്യനെ കാണുന്നവർക്ക് അത് നേട്ടമാണ്. ജ്ഞാനത്തിൻ്റെ തണലിലായിരിക്കുന്നത് തീർച്ചയായും വെള്ളിത്തുട്ടിൻ്റെ തണലിലായിരിക്കുന്നത് പോലെയാണ്. ജ്ഞാനം അതിൻ്റെ ഉടമകളെ സജീവരാക്കുന്നു. അതത്രേ അറിവിൻ്റെ നേട്ടം. ദൈവത്തിൻ്റെ പ്രവൃത്തി ശ്രദ്ധിക്കുക. അവിടുന്ന് വളഞ്ഞതാക്കിയത് നേരെയാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സുഭിക്ഷ ദിനത്തിൽ സുഖമായിരിക്കുക, ദുർഭിക്ഷ ദിനത്തിൽ ശ്രദ്ധിക്കുക. ഒന്നിനോടൊപ്പം മറ്റേതും സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. മനുഷ്യൻ സ്വന്തം ഭാവിയെപ്പറ്റി ഒന്നും കണ്ടുപിടിക്കാതിരിക്കാനാണ് ഇത്. ജീവിത പ്രഹേളികൾ. എൻ്റെ മിഥ്യാദിനങ്ങളിൽ ഞാൻ സകലതും കണ്ടു. തൻ്റെ നീതിയിൽ നശിക്കുന്ന നീതിമാനുണ്ട്, തൻ്റെ ദുഷ്ടതയിൽ ദീർഘായുഷ്മാനായ ദുഷ്ടനുമുണ്ട്. നീ അധികം നീതിമാനാകരുത്, ഏറെ ജ്ഞാനസമ്പാദനവും വേണ്ട. എന്തിന് നീ സ്വയം നശിക്കണം? നീ അധികം ദുഷ്ടനാകരുത്, മൂഢനാകുകയും അരുത്. നിൻ്റെ സമയത്തല്ലാതെ നീ എന്തിനു മരിക്കണം? ഒന്നിൽ പിടിമുറുക്കുന്നത് നിനക്ക് നല്ലതാണ്, മറ്റേതിൽ നിന്ന് നിൻ്റെ പിടിവിടുവിക്കുകയും അരുത്. കാരണം ദൈവത്തെ ഭയപ്പെടുന്നവൻ എല്ലാം നേടും. നഗരത്തിലുള്ള 10 ഭരണാധിപന്മാരേക്കാൾ ജ്ഞാനം ജ്ഞാനിയെ ശക്തിപ്പെടുത്തുന്നു. പാപം ചെയ്യാതെ നന്മ ചെയ്യുന്ന നീതിമാനായ മനുഷ്യൻ ഭൂമിയിലില്ല. അവർ പറയുന്ന എല്ലാ വാക്കുകൾക്കും നീ മനസ്സ് കൊടുക്കരുതെന്ന് മാത്രം. എങ്കിൽ നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് കേൾക്കാതിരിക്കാം. എന്തെന്നാൽ നീ തന്നെ മറ്റുള്ളവരെ ശപിച്ചിട്ടുണ്ടെന്ന് അനേകം തവണ നിന്റെ മനസ്സ് അറിഞ്ഞിട്ടുണ്ടല്ലോ. ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു. ഞാൻ ജ്ഞാനിയായിത്തീരും എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ അത് എന്നിൽ നിന്ന് അകലെയാണ്. അകലെയുള്ളത് എന്തായിരിക്കും? അത്യഗാധങ്ങളിലുള്ളത് ആര് കണ്ടെത്തും? ജ്ഞാനവും യുക്തിയും അറിയാനും തിരയാനും തേടാനും ഞാൻ എൻ്റെ മനസ്സിൽ തുനിഞ്ഞു. ഒപ്പം ദുഷ്ടത മൗഢ്യമാണെന്നും ഭോഷത്വം ഭ്രാന്താണെന്നും അറിയാനും. ഇതാണ് ഞാൻ കണ്ടെത്തിയത്. സ്ത്രീ മരണത്തേക്കാൾ കയ്പുള്ളവളാണ്. അവളുടെ ഹൃദയം കെണികളും വലകളുമാണ്, അവളുടെ കൈകൾ ചങ്ങലകളും. ദൈവസമക്ഷം നല്ലവൻ അവളിൽ നിന്ന് രക്ഷ നേടും, എന്നാൽ പാപി അവളാൽ പിടിക്കപ്പെടും. കണ്ടാലും യുക്തി കണ്ടെത്തുന്നതിന് ഓരോന്നോരോന്നായി പരിശോധിച്ച് ഇത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് സഭാപ്രസംഗകൻ പറയുന്നു. എൻ്റെ ആത്മാവ് തുടർച്ചയായി അന്വേഷിച്ചിട്ട് ഞാൻ കണ്ടെത്താത്തത് 1000-ൽ നിന്ന് ഒരാളെ ഞാൻ മനുഷ്യനായി കണ്ടെത്തി. എന്നാൽ ഇവരിൽ ആരിലും ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തിയില്ല. ഞാൻ കണ്ടെത്തിയ ഇതുമാത്രം കണ്ടാലും ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരാകട്ടെ അനേകം ഉപായങ്ങൾ തേടുന്നു. സങ്കീർത്തനങ്ങൾ 7. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദാവീദിൻ്റെ വിലാപഗീതം. ബെഞ്ചമിൻകാരനായ കുഷിൻ്റെ വാക്കുകൾ നിമിത്തം അവൻ കർത്താവിനോട് ആലപിച്ചത്. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ പിന്തുടരുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എൻ്റെ ആത്മാവിനെ ചീന്തിക്കീറും, മോചിപ്പിക്കാൻ ആരുമില്ലാതെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവെ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൈപ്പത്തികളിൽ അകൃത്യമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പകരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ എതിരാളിയെ അകാരണമായി കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എൻ്റെ ആത്മാവിനെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവൻ നിലത്തിട്ട് ചവിട്ടിമെതിക്കട്ടെ. ആന്തരിക അവയവങ്ങൾ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. സലാം.
കർത്താവെ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ എതിരാളികളുടെ അഹന്തയ്ക്കെതിരെ ഉണരണമേ. എനിക്കായി ഒരു ന്യായവിധി കൽപ്പിക്കണമേ. ജനപദങ്ങളുടെ സമൂഹം അങ്ങയെ ചൂഴ്ന്നു നിൽക്കട്ടെ. അവയ്ക്ക് മീതെ ഉന്നതത്തിൽ അങ്ങ് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. എൻ്റെ നീതിയും നിഷ്കളങ്കതയും അനുസരിച്ച് കർത്താവെ, എൻ്റെ മേൽ വിധി പ്രസ്താവിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളും അന്തരംഗങ്ങളും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. പരമാർത്ഥ ഹൃദയരെ രക്ഷിക്കുന്ന ദൈവമാണ് എനിക്ക് മീതിയുള്ള എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അനുദിനം രോഷം കൊള്ളുന്ന ദൈവമാണ്. മനസ്സ് മാറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലുകുലച്ച് അത് ഒരുക്കി വച്ചിരിക്കുന്നു. കത്തുന്നവയായി അവിടുന്ന് തൻ്റെ ശരങ്ങളുണ്ടാക്കി. മാരകായുധങ്ങൾ തനിക്കായി സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ, ദ്രോഹം ജനിപ്പിക്കുന്നവനാകട്ടെ അധർമ്മത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു, അത് ആഴപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ തന്നെ അവൻ വീഴുന്നു. അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുന്നു. അവൻ്റെ അക്രമം സ്വന്തം നെറുകയിൽ പതിക്കുന്നു. കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് കീർത്തനം ആലപിക്കും.